കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പ്രതീക്ഷിച്ച് ചർച്ചകൾ തുടരുന്ന യുഡിഎഫിന് ഇന്നത്തേത് നിർണായക ദിനം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിമതനും പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കപ്പെട്ട ഉപസമിതിയും സമവായത്തിലെത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. യുഡിഎഫിന് പിന്നാലെ എൽഡിഎഫും ഇന്ന് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കണ്ണൂർ യുഡിഎഫിലെ മഞ്ഞ് ഉരുകാനും കട്ട പിടിക്കാനും തുടങ്ങിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടു. മുന്നണികളുടെ സീറ്റ് നില 27 വീതമായപ്പോൾ വിമതനായി വിജയിച്ച പി.കെ. രാഗേഷിലായിരുന്നു എല്ലാ കണ്ണുകളും. വിമതന്റെ വെല്ലുവിളിയിൽ ഡിസിസി നിശബ്ദമായപ്പോൾ പ്രശ്നപരിഹാരം ഉപസമിതിയുടെ തലയിലായി. രാഗേഷിന്റെ പിന്നിൽ പി. രാമകൃഷ്ണനും എ ഗ്രൂപ്പും അണിനിരുന്നതോടെ ഉപസമിതിയിൽ കെ. സുധാകരൻ ആഞ്ഞടിച്ചു. ചർച്ചയ്ക്ക് വന്നവർ വണ്ടി കയറിയപ്പോൾ അന്ത്യശാസനയുമായി ലീഗും രംഗത്തെത്തി. ലീഗിലെ രണ്ടാം നിര എൽഡിഎഫുമായി ചർച്ചയ്ക്ക് മുതിർന്നപ്പോൾ കോൺഗ്രസിന് ലീഗിനെയും അനുനയിപ്പിക്കേണ്ടി വന്നു. വിമതരുടെ കാര്യത്തിൽ വി.എം. സുധീരൻ നിലപാട് കർശനമാക്കിയപ്പോൾ കെ.പി.സി.സി പ്രസിഡന്റിന് രാഗേഷ് കത്തെഴുതി. ഇത് ശുഭസൂചനയാക്കിയ ഡിസിസി കോർപ്പറേഷനിൽ പിന്തുണ നൽകിയാൽ രാഗേഷിനെയും കൂട്ടരെയും തിരിച്ചെടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. സുധാകരനും നിലപാട് മയപ്പെടുത്തി. അവിടെയും അടിയുറച്ചു നിൽക്കുന്ന രാഗേഷിന്റെ കാര്യത്തിൽ എന്തു സംഭവിക്കും ഇന്നറിയാം. ഉപസമിതി അധ്യക്ഷൻ കെ.സി. ജോസഫും വിമത വിഷയം കേൾക്കുന്ന കമ്മിറ്റി അംഗം എം.എം. ഹസനും കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞു. അതിനിടെ സുമാ ബാലകൃഷ്ണനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് വിട്ടുകൊടുത്തു. മേയർ സ്ഥാനാർത്ഥിയെ തെരയുന്ന എൽഡിഎഫ് ആകട്ടെ ഡെപ്യൂട്ടി മേയർ കസേര എന്നോ ഒഴിച്ചിട്ടതാണ്. ഇനി അതാകുമോ നാളെ രാഗേഷിന്റെ ഇരിപ്പിടം? കണ്ടറിയാം. കണ്ണൂരിൽ നിന്നും കെ. ശശീന്ദ്രൻ, റിപ്പോർട്ടർ.